Next, നമ്മൾ ലാബിൻ്റെ നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഡെക്കേഡ് കൗണ്ടർ ആണ്. ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പം മോഡ് 10 സിങ്ക്രോണസ് കൗണ്ടർ ആണത്. 7490 എന്ന് പറയുന്ന കൗണ്ടർ ഐസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അല്ലാതെ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല. കൗണ്ടർ ഐസ് ഉപയോഗിച്ച് തന്നെ നമ്മളതിനെ ഡെക്കേഡ് കൗണ്ടർ ആക്കി മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഡെക്കേഡ് കൗണ്ടർ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 7490 എന്ന് പറയുന്ന ഐ സിയുടെ പിൻ ഔട്ടാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. പിൻ ഔട്ടിൽ ഇറ്റ്സ് എ 14 പിൻ ഐ സി ആണ്. ഇറ്റ്സ് എ 14 പിൻ ഐ സി. ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ 14th പിൻ നമുക്ക് ക്ലോക്ക് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 റീസെറ്റ് പിന്നുകളുണ്ട്, 2ഉം 3ഉം. 4 യൂഷ്വലി നോ കണക്ഷൻ ആണ്. 13ാമത്തെ പിന്നും നോ കണക്ഷൻ ആണ്. എൻ സി എന്ന് പറഞ്ഞാൽ നോ കണക്ഷൻ ആണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വി സി സി നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത് 5th പിന്നിലേക്കാണ്. ദെൻ റീസെറ്റ് 3ഉം 4ഉം വേറെ 2 റീസെറ്റ് പിന്നുകളുള്ളത് 6ഉം 7ഉം ആണ്. ഗ്രൗണ്ട് 10th പിന്നാണ്. ദെൻ നമുക്ക് 4 ഔട്ട്പുട്ട് പിന്നുകളുണ്ട്, Q0, Q1, Q2, Q3 എന്ന് പറഞ്ഞിട്ട്. Q3 എന്ന് പറയുന്ന MSB ആണ്. ഔട്ട്പുട്ടിന് MSB ബിറ്റ് 4 ബിറ്റ് കൗണ്ടർ ആണ്. നമ്മൾ 4 ബിറ്റ് കൗണ്ടർ ആണ് നമുക്ക് ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മാക്സിമം 4 ബിറ്റ് വരെ 4 ബിറ്റ് കൗണ്ടേഴ്സ് ആണ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ MSB Q3, LSB Q0 ആണ്. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ 7490ന് ഡെക്കേഡ് കൗണ്ടറായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. സോ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് 14th പിന്നിലേക്കും 1st പിന്നിലേക്കുമാണ്. സോ 1ഉം 14ഉം നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്ന 14th പിന്നിലേക്കാണ്. ആൻഡ് ഫസ്റ്റ് പിന്നും 12th പിന്നും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ QA എന്ന് പറയുന്നത് ഇതിവിടുത്തെ Q0 ആണ്. ഓക്കെ, ദിസ് ഇസ് Q0, ഇത് Q1, Q2 ആൻഡ് Q3 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, R1 R2 എന്ന് പറയുന്നത് നമ്മൾ 2 പിന്നുകൾ ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് R3 R4 നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. 5th പിന്നിലേക്ക് VCC അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 4th പിന്നും 13th പിന്നും നോ കണക്ഷൻ ആണ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിയാം. ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ 0 to 9 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യുക. ഓക്കെ, മോഡ് 10 സിങ്ക്രോണസ് കൗണ്ടർ ആണ്. സോ 0 മുതൽ 9 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ ആയിരിക്കും അത്. ടോട്ടലി അതിന് 10 സ്റ്റേറ്റുകളാണുള്ളത്. മോഡ് 10 എന്ന് പറയുമ്പോൾ 10 സ്റ്റേറ്റുകളുണ്ട്. 0 to 9 വരെ കൗണ്ട് ചെയ്യും. ഓക്കെ, സോ കൗണ്ടിങ് സ്റ്റേറ്റുകളാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. QD, QC, QB, QA, വിച്ച് മീൻസ് ഇറ്റ് ഇസ് Q3, Q2, Q1, Q0. QD എന്ന് പറഞ്ഞാൽ Q3 ആയിട്ട് എടുക്കുക. ഓക്കെ, MSB ആണ് QD എന്ന് പറയുന്നത്, LSB ആണ് QA അല്ലെ Q0 എന്ന് പറയുന്നത്. ഓക്കെ, സോ 0 to 9 എന്ന് പറയുമ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ 0000, ദെൻ 0001, 0010, 0011, 0100, 5 എന്ന് പറയുമ്പോൾ 101, 6 എന്ന് പറയുമ്പോൾ 0110, 70111, 8 100, 9 101. ഓക്കെ, അപ്പം അങ്ങനെ 9 വരെ കൗണ്ട് ചെയ്യും. 9 വരെ കൗണ്ട് ചെയ്തിട്ട് വീണ്ടും അത് 0 തൊട്ട് വീണ്ടും ഇറ്റ് റീസ്റ്റാർട്ട്സ് കൗണ്ടിങ്. ഓക്കെ, സോ 0 to 9, അഗെയിൻ 0 to 9, അഗെയിൻ 0 to 9 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. 9ന് ശേഷം പിന്നെ അത് പോകുന്ന 0th സ്റ്റേറ്റിലേക്കായിരിക്കും. പിന്നെ അത് 1, 2, 3, 4 അങ്ങനെ വീണ്ടും കൗണ്ട് ചെയ്ത് 9 വരെ എത്തി അഗെയിൻ 0ലേക്ക് പോയി വീണ്ടും അപ്പ് കൗണ്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. ഓക്കെ, ഇനിഷ്യലി നമുക്കിവിടെ 0 നോക്കാം. ഇവിടെ Q3, Q2, Q1, Q0. ഓക്കെ, ഇത് Q3 ആണ്, ഇത് Q2, ഇത് Q1, ഇത് Q0. ആ ഒരു ഓർഡർ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ 4 LEDs ആണ് നമുക്കവിടെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 000. ഓക്കെ, 0000, വിച്ച് മീൻസ് എല്ലാ LEDസും ഓഫ് ആയിരിക്കും. പിന്നെ വരുന്നത് 1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകും, അതായത് 0001. ഓക്കെ, ഇതാണ് നമ്മുടെ IC 7490 എന്ന് പറയുന്ന IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിന് ക്ലോക്ക് കൊടുക്കണം. ക്ലോക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാം, നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്ലോക്കും ഉണ്ട്, മാനുവലി അപ്ലൈ ചെയ്യുന്ന മോണോപൾസ് ക്ലോക്ക് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഓട്ടോമാറ്റിക് ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്പീഡ് മാറിക്കൊണ്ടിരിക്കും ഫ്രീക്വൻസിക്ക് അനുസരിച്ച്. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ ഫ്രീക്വൻസിയിലാണ് 1 ഹെർട്സിലാണ് ഇപ്പോൾ തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ആദ്യം 0-ലിരിക്കുകയാണ്, നമ്മൾ പ്ലേ ചെയ്യുന്ന അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1 കൗണ്ട് ചെയ്തു. ഓക്കെ, 1 കൗണ്ട് ചെയ്യാന്ന് പറയുമ്പം 0 0 0 1. ഓക്കെ, അപ്പോൾ 1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് വന്നു. നെക്സ്റ്റ് 2 ആണ് കൗണ്ട് ചെയ്യേണ്ടത്. 2 എന്ന് പറയുമ്പം 0 0 1 0. അപ്പോൾ ഇനി ഈ LED ആണ് ബ്ലിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, കാണാൻ പറ്റി അല്ലേ? 0 0 1 0. ഇനി നമുക്ക് 0 0 1 1ലേക്ക് പോകണം. 1 1 എന്ന് പറയുമ്പം ഈ രണ്ട് LEDസും ഓൺ ആയിരിക്കും, ഇത് രണ്ടും ഓഫ്. സോ 0 0 1 1. ഓക്കെ, 1. അപ്പോൾ 3 എന്നുള്ള സ്റ്റേറ്റ് കൗണ്ട് ചെയ്തു. ഇനി നമുക്ക് 4 എന്ന് പറയുമ്പം 0 1 0 0. 0 1 0 0 0 1 0 0. 4 എന്നുള്ള സ്റ്റേറ്റ് കൗണ്ട് ചെയ്തു. ഇനി വരുന്ന 5 എന്നുള്ള സ്റ്റേറ്റ് ആണ്, അതായത് 0 1 0 1. ഓക്കെ, 0 1 0 1 കൗണ്ട് ചെയ്തു. ഇനി വരുന്ന 6 എന്നുള്ള സ്റ്റേറ്റ് ആണ് 0 1 1 0. ഓക്കെ, 0 1 1 0 കൗണ്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 0 1 1 1. 7 എന്നുള്ള സ്റ്റേറ്റ് 0 1 1 1. ഓക്കെ, 1 എന്ന് പറയുമ്പോൾ LED ഓൺ ആയിരിക്കുന്ന അവസ്ഥ. ഇനി വരുന്നത് 8. 8 എന്ന് പറയുമ്പോൾ 1 0 0 0. ഓക്കെ, 8 കൗണ്ട് ചെയ്തു. ലാസ്റ്റ് സ്റ്റേറ്റ് ആണ് 9 എന്ന് പറയുന്നത്. സോ 9 1 0 0 1. 9 എന്ന് പറയുന്ന സ്റ്റേറ്റ് കൗണ്ട് ചെയ്തു. 9ന് ശേഷം എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗോസ് ടു 0 അല്ലേ? നമുക്ക് നോക്കാൻ പോകുന്നുണ്ടോ എന്ന്. 0ലേക്ക് പോയി. അഗെയിൻ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 2 3 4 വന്നു, 5 6 7 8 9. അഗെയിൻ 0 1 2 3 4 5 6 7 8